250 തവണ ഉറങ്ങുന്ന ജീവി, പ്രകൃതിയിലെ അത്ഭുതം. നമ്മുടെയൊക്കെ ഒരു ദിവസത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? ഒരുപക്ഷെ നല്ലൊരു ഉറക്കം എന്നായിരിക്കും പലരുടെയും ഉത്തരം. ഈ തിരക്കിട്ട ജീവിതത്തിൽ 1 മണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ കിട്ടിയാൽ പോലും അത് ഭാഗ്യമായി കാണുന്നവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ഒരൊറ്റ ദിവസം, അതായത് 24 മണിക്കൂറിനുള്ളിൽ 250 തവണ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന ഒരു ജീവിയെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയുമോ? കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു, അല്ലേ? നമ്മൾ മനുഷ്യർക്ക് എത്ര ആഗ്രഹിച്ചാലും സാധിക്കാത്ത ആ പവർ നാപ്പുകൾ, അതും ഒന്നിനു പുറകെ ഒന്നായി എടുക്കുന്ന ഒരു ജീവി നമുക്കിടയിലുണ്ട്. ഇതൊരു കൗതുകം മാത്രമല്ല, ശാസ്ത്രീയമായി നോക്കുമ്പോൾ വലിയ അത്ഭുതം കൂടിയാണ്. എന്തിനാണ് ഈ ജീവി ഇങ്ങനെ ഇടയ്ക്കിടെ ഉറങ്ങുന്നത്? ഇതിന് പിന്നിലെ രഹസ്യം എന്തായിരിക്കും? ഇന്ന് നമ്മൾ ഈ മിന്നൽ ഉറക്കക്കാരെ പരിചയപ്പെടുക മാത്രമല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്ന മറ്റ് ജീവികളെക്കുറിച്ചും അവയുടെ ഉറക്കത്തിന് പിന്നിലെ ശാസ്ത്രീയ കാരണങ്ങളെക്കുറിച്ചും ആഴത്തിൽ സംസാരിക്കും. പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഉറക്കത്തിന്റെ വിസ്മയങ്ങളിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? 250 തവണ ഉറങ്ങുന്ന ഈ അത്ഭുത ജീവി ആര്? അപ്പോൾ ആരാണ് ഈ അത്ഭുതകരമായ ഉറക്കത്തിന്റെ ഉടമ? മറ്റാരുമല്ല, നമ്മുടെ എല്ലാം ചുറ്റുപാടും കാണുന്ന ജോലിക്കാരായ ഉറുമ്പുകളാണിവ. ഇവയുടെ ശരീരത്തിനുള്ളിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ അഥവാ മെറ്റബോളിസം അതിവേഗത്തിലാണ് നടക്കുന്നത്. ഒരു കാർ ഇന്ധനം ഉപയോഗിച്ച് ഓടുന്നത് പോലെ ഇവയുടെ ശരീരത്തിലെ ഊർജം വളരെ വേഗത്തിൽ കത്തിത്തീരും. അതുകൊണ്ട് ഈ കൊച്ചു ജീവികൾക്ക് ഇങ്ങനെ വിശ്രമിച്ചില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അവിടെയാണ് ദിവസത്തിൽ 250 തവണ വരെയുള്ള ഈ ഉറക്കം വരുന്നത്. ഓരോ ഉറക്കവും ഏകദേശം 1 മിനിറ്റ് മാത്രമേ നീണ്ടു നിൽക്കൂ. അതായത് ഓരോ മിനിറ്റിനും കണ്ണടച്ച് തുറക്കുന്നത് പോലെ ഇവനൊരു മിന്നൽ ഉറക്കമെടുക്കും. ഈ ചെറിയ ഉറക്കങ്ങളിലൂടെ ഇവയുടെ മസ്തിഷ്കത്തിന് നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം ശരീരത്തിലെ ഊർജം സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഈ കൊച്ചു ജീവിക്ക് ഈ ചെറിയ ഉറക്കങ്ങൾ അതിജീവനത്തിന്റെ ഒരു തന്ത്രം കൂടിയാണ്. കാരണം ഊർജം പെട്ടെന്ന് തീരുന്ന സാഹചര്യത്തിൽ ഇടയ്ക്കിടെയുള്ള ഈ വിശ്രമം അവയുടെ ശരീരത്തെ വീണ്ടും പ്രവർത്തിക്കാൻ സജ്ജമാക്കുന്നു. ഇത് റെം ഉറക്കമാണ്. മനുഷ്യരുടെ ഉറക്കത്തിന് റെം, റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്നൊരു ഘട്ടമുണ്ട്. നമ്മുടെ കണ്ണുകൾ അതിവേഗം ചലിക്കുകയും മസ്തിഷ്കം സജീവമായിരിക്കുകയും സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്ന ഘട്ടമാണിത്. എന്നാൽ ഈ ഉറുമ്പുകളുടെ ഉറക്കം മനുഷ്യരുടേതിന് സമാനമാണോ? ശാസ്ത്രജ്ഞർ പറയുന്നത് പ്രാണികളുടെ ഉറക്കം നമ്മുടേതുപോലെ സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നില്ല എന്നാണ്. ഉറങ്ങുമ്പോൾ ഇവയുടെ ആന്റിനകൾ ചലനമറ്റ് താഴേക്ക് വരുന്നത് കാണാം. ഇതിനെ ശാസ്ത്രജ്ഞന്മാർ മൈക്രോ സ്ലീപ്പ് എന്നാണ് വിളിക്കുന്നത്. മനുഷ്യരുടെ ഉറക്കത്തിന് വ്യക്തമായ ഘട്ടമുണ്ട്. നോൺ റെം ഉറക്കത്തിൻ്റെ പല ഘട്ടങ്ങളും, അതിനുശേഷം റെം ഉറക്കവും. എന്നാൽ ഉറുമ്പുകളുടെ കാര്യത്തിൽ അത്തരം വ്യക്തമായ വിഭജനം കണ്ടെത്താനായിട്ടില്ല. എങ്കിലും വളരെ കുറഞ്ഞ സമയത്തേക്കുള്ള ഈ ഉറക്കം ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുന്നു. ഈ മൈക്രോ സ്ലീപ്പ് മസ്തിഷ്കത്തെ റീചാർജ് ചെയ്യാനും ചെറിയ ജീവികളിൽ ഊർജം സംരക്ഷിക്കാനും സഹായിക്കുന്ന ഒരു അതിജീവന തന്ത്രമാണ്. ടോപ്പ് 5 കൂടുതൽ ഉറങ്ങുന്ന ജീവികൾ. ദിവസം 250 തവണ ഉറങ്ങുന്ന ഉറുമ്പുകളെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഒരു ദിവസം ഏറ്റവും കൂടുതൽ സമയം തുടർച്ചയായി ഉറങ്ങുന്ന മറ്റു ചില ജീവികളെ പരിചയപ്പെടാം. ഉറക്കത്തിന്റെ ലോകത്തെ ഈ രാജാക്കന്മാരെയും അതിനു പിന്നിലെ കാരണങ്ങളെയും നമുക്ക് നോക്കാം. നമ്പർ 5, ആർമഡില്ലോ. അമേരിക്കയിൽ കാണുന്ന ആർമഡില്ലോകൾ ദിവസവും ശരാശരി 18 മണിക്കൂറോളം ഉറങ്ങും. ഇവയുടെ ഉറക്കത്തിന് ഒരു പ്രധാന കാരണം അവയുടെ ഭക്ഷണ രീതിയും ശരീരവുമാണ്. മണ്ണുമാന്തി പുഴുക്കളെയും പ്രാണികളെയും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നതുകൊണ്ട് ആഹാരത്തിന് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ ശരീരത്തിന് മുകളിലുള്ള കട്ടിയായ പുറംതോട് കാരണം ശരീര താപനില നിയന്ത്രിക്കാൻ ഇവയ്ക്ക് പ്രയാസമാണ്. അതിനാൽ കൂടുതൽ നേരം ഉറങ്ങുന്നതിലൂടെ ഇവയ്ക്ക് ഊർജം സംരക്ഷിക്കുവാനും ശരീരം അമിതമായി ചൂടാകുന്നത് ഒഴിവാക്കി താപനില നിയന്ത്രിക്കുവാനും സാധിക്കുന്നു. നമ്പർ 4, ഒപ്പോസം. ഒപ്പോസത്തിന് ദിവസവും 18 മുതൽ 19 മണിക്കൂർ വരെ ഉറക്കം വേണ്ടിവരും. ഈ ജീവിയുടെ ശരീരപ്രകൃതിയും ആഹാരരീതിയും അവയുടെ ഉറക്കത്തെ സ്വാധീനിക്കുന്നു. ഒപ്പോസത്തിന്റെ ശരീരം പഴങ്ങളിൽ നിന്നുള്ള പഞ്ചസാര ദഹിപ്പിക്കാൻ വളരെ സാവകാശത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ പെട്ടെന്ന് ഊർജം ഉപയോഗിച്ച് വേഗത്തിൽ ചലിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവയ്ക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. ഉറക്കത്തിലൂടെ ഇവയുടെ ഉപാപചയ നിരക്ക് കുറയുകയും ശരീരം കൂടുതൽ ഊർജം സംരക്ഷിക്കുകയും ചെയ്യുന്നു.
പകലും രാത്രിയുമില്ലാതെ എപ്പോഴും ഉറങ്ങാൻ ഇവയെ പ്രേരിപ്പിക്കുന്നതും ഈ പ്രത്യേകതയാണ്. നമ്പർ 3, തവിട്ട് വവ്വാൽ, ലിറ്റിൽ ബ്രൗൺ ബാറ്റ്. ചെറിയ തവിട്ടു വവ്വാലുകൾക്ക് 19 മണിക്കൂറിലധികം ഉറക്കം വേണ്ടിവരും. ഇവയുടെ ഉറക്ക രീതി നമ്മൾ ആദ്യം പറഞ്ഞ ഉറുമ്പുകളുടെ മൈക്രോ സ്ലീപ്പ് രീതിയുമായി സാമ്യമുള്ളതാണ്. പകൽ സമയങ്ങളിൽ ഗുഹകളിലോ മരപ്പത്തുകളിലോ തലകീഴായി തൂങ്ങിക്കിടന്ന് ഉറങ്ങുന്ന ഇവ രാത്രികാലമാണ് ഇര തേടുന്നത്. ഉറക്കത്തിൽ ഇവയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 200-ൽ നിന്ന് വെറും 20 കുറയും. ഇത് ശരീരത്തിലെ ഊർജം വലിയ തോതിൽ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ചെറിയ ജീവികളിൽ ഊർജം സംരക്ഷിക്കാനുള്ള ഏറ്റവും മികച്ച തന്ത്രങ്ങളിലൊന്നാണിത്. നമ്പർ 2, സ്ലോത്ത്. സ്ലോത്തിനെ കുറിച്ച് കേൾക്കാത്തവർ കുറവായിരിക്കും. ഇവ ദിവസവും 15 to 20 മണിക്കൂർ വരെ ഉറങ്ങുമെന്നാണ് പൊതുവെ കരുതിയിരുന്നത്. എന്നാൽ പുതിയ പഠനങ്ങൾ പറയുന്നത് കാട്ടിൽ ജീവിക്കുന്ന സ്ലോത്തുകൾ 8 to 10 മണിക്കൂർ വരെ ഉറങ്ങാറുള്ളൂ എന്നാണ്. കൂട്ടിലിട്ട് വളർത്തുന്നവയാണ് കൂടുതൽ സമയം ഉറങ്ങുന്നത്. മരങ്ങളിൽ തൂങ്ങിക്കിടന്ന് വളരെ പതുക്കെ നീങ്ങുന്ന ഇവയുടെ ജീവിത രീതിക്ക് പിന്നിലെ കാരണം ആഹാരമാണ്. ഇലകളും പഴങ്ങളും മാത്രം കഴിക്കുന്നതിനാൽ ഇവയ്ക്ക് വളരെ കുറഞ്ഞ കലോറിയെ ലഭിക്കൂ. അതുകൊണ്ട് ലഭിക്കുന്ന ഊർജം പരമാവധി സംരക്ഷിക്കാൻ ഉറക്കമല്ലാതെ മറ്റു വഴിയില്ല. നമ്പർ 1, കോല. ഇനി ഈ റാങ്കിങ്ങിലെ ചാമ്പ്യൻ കോല. ഇവയ്ക്ക് ഒരു ദിവസം 22 മണിക്കൂർ വരെ ഉറക്കം വേണ്ടിവരും. അതായത് ദിവസത്തിൻ്റെ 90% ഉറക്കം തന്നെ. കോലകളുടെ പ്രധാന ആഹാരം യൂക്കാലിപ്സ് ഇലകളാണ്. ഈ ഇലകളിൽ നിന്ന് ലഭിക്കുന്ന ഊർജം വളരെ കുറവാണ്. അതിലും പ്രധാനം യൂക്കാലിപ്സ് ഇലകളിൽ വിഷാംശമുള്ള ചില ഘടകങ്ങളുണ്ട്. ഈ വിഷാംശങ്ങളെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കോലയുടെ കരളിന് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഉറങ്ങുന്ന സമയത്താണ് ഇവയുടെ ശരീരം ഈ വിഷാംശങ്ങളെ നീക്കം ചെയ്ത് സ്വയം ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാണ് കോല ഇല തിന്നുകഴിഞ്ഞാൽ ഉടൻ വീണ്ടും മരത്തിൽ ചുരുണ്ട് കിടന്ന് ഉറങ്ങുന്നത്. ഉറക്കത്തിന്റെ ശാസ്ത്രം എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു? പ്രകൃതിയിലെ ഓരോ ജീവിയും അവയുടെ നിലനിൽപ്പിനായി ഉറക്കത്തെ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ. മനുഷ്യരിലെ ഉറക്കത്തെ പ്രധാനമായും 2ആയി തിരിച്ചിരിക്കുന്നു: റാപ്പിഡ് ഐ മൂവ്മെന്റ് അഥവാ REM ആൻഡ് നോൺ REM. നോൺ REM ഉറക്കം ആഴത്തിലുള്ള ഉറപ്പാണ്. ഈ ഘട്ടത്തിലാണ് നമ്മുടെ ശരീരം സ്വയം നന്നാകുകയും കോശങ്ങൾ പുനർനിർമ്മിക്കുകയും വളർച്ചാ ഹോർമോണുകൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. REM ഉറക്കത്തിലാവട്ടെ നമ്മുടെ മസ്തിഷ്കം സജീവമാവുകയും നമ്മൾ സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്നു. ഓർമ്മകൾ ക്രമീകരിക്കാനും വികാരമുള്ള പ്രോസസ്സ് ചെയ്യാനും REM ഉറക്കം അത്യാവശ്യമാണ്. എന്നാൽ ജീവികളിൽ ഉറക്കത്തിൻ്റെ രീതികൾ വ്യത്യസ്തമാകാൻ പല കാരണങ്ങളുണ്ട്. ശരീരവലിപ്പവും ഉപാപചയ നിരക്കും. ഉറുമ്പുകളെ പോലെ ചെറിയ ജീവികൾക്ക് മെറ്റബോളിക് നിരക്ക് വളരെ കൂടുതലാണ്. അവയ്ക്ക് വേഗത്തിൽ ഊർജം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇടയ്ക്കിടെ ചെറിയ ഉറക്കങ്ങളിലൂടെ ഊർജം വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആഹാര രീതിയും ഊർജ ലഭ്യതയും. യൂക്കാലിപ്സ് ഇലകൾ മാത്രം കഴിക്കുന്ന കോലയെ പോലെ കുറഞ്ഞ ഊർജം ലഭിക്കുന്ന ആഹാരം കഴിക്കുന്ന ജീവികൾക്ക് ആ ഊർജം സംരക്ഷിക്കാൻ കൂടുതൽ നേരം ഉറങ്ങേണ്ടി വരും. വേട്ടക്കാരും ഇരകളും. വേട്ടക്കാരുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മൃഗങ്ങൾ പലപ്പോഴും കുറഞ്ഞ സമയം മാത്രം ഉറങ്ങുകയോ ചെറിയ ഉറക്കങ്ങൾ എടുത്ത് എപ്പോഴും ജാഗരൂകരായിരിക്കുകയും ചെയ്യും. എന്നാൽ സിംഹത്തെ പോലെയുള്ള വേട്ടക്കാർക്ക് ഇര പിടിച്ച ശേഷം മണിക്കൂറുകളോളം സുരക്ഷിതമായി ഉറങ്ങാൻ കഴിയും. പരിസ്ഥിതി. താപനിലയിലെ വ്യതിയാനങ്ങൾ, ആഹാരത്തിൻ്റെ ലഭ്യതക്കുറവ് എന്നിവയും ജീവികളുടെ ഉറക്ക രീതികളെ സ്വാധീനിക്കുന്നു. ചെറിയ ജീവികൾക്ക് ശരീര താപനില നിയന്ത്രിക്കാനും ഊർജം സംരക്ഷിക്കാനും വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും ചെറിയ ഉറക്കങ്ങൾ ആവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് നമ്മുടെ 250 തവണ എന്ന സംഖ്യയുടെ ശാസ്ത്രം. ഇത് വെറും കൗതുകമല്ല, അതിജീവനത്തിൻ്റെ ഒരു വലിയ തന്ത്രമാണ്. മനുഷ്യന് ഇതിൽ നിന്ന് എന്തു പഠിക്കാം? ആധുനിക ലോകം ഒരു നിർത്താതെയുള്ള ഓട്ടത്തിലാണ്. ജോലിയുടെ തിരക്ക്, സോഷ്യൽ മീഡിയ, മാനസിക സമ്മർദ്ദങ്ങൾ ഇവയെല്ലാം നമ്മുടെ ഉറക്കത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. പലർക്കും ഉറക്കം ഒരു സമയം കളയുന്ന കാര്യമായി തോന്നാറുണ്ട്. എന്നാൽ പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഊർജം കുറഞ്ഞാൽ വിശ്രമം അത്യാവശ്യമാണെന്നാണ്. ഉറുമ്പുകൾക്ക് 1 മിനിറ്റ് മതിയാകും ഊർജം വീണ്ടെടുക്കാൻ. എന്നാൽ മനുഷ്യർക്ക് നമ്മുടെ മസ്തിഷ്ക പ്രവർത്തനങ്ങൾക്കും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ആവശ്യമായ REM ഉറക്കം കിട്ടണമെങ്കിൽ കുറഞ്ഞത്
7 to 8 7 to 8 മണിക്കൂർ തുടർച്ചയായ ഉറക്കം വേണ്ടിവരും. ഉറക്കം കുറഞ്ഞാൽ അത് നമ്മുടെ ഓർമ്മശക്തിയെയും രോഗപ്രതിരോധ ശേഷിയെയും സാരമായി ബാധിക്കും. ദേഷ്യം, സങ്കടം, ഉത്കണ്ഠ എന്നിവ കൂടാനും സാധ്യതയുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഹൃദ്രോഗങ്ങൾ, പ്രമേഹം, അമിതവണ്ണം എന്നിവയ്ക്കുള്ള സാധ്യതയും ഉറക്കക്കുറവ് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ ശരീരം ഒരു യന്ത്രമല്ല, അതിന് വിശ്രമം ആവശ്യമാണ്. ശരിയായ ഉറക്കം നമ്മുടെ ഉന്മേഷവും ചിന്താശേഷിയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കും. ഉറക്കത്തെ ഒരു ആഡംബരമായി കാണാതെ ആരോഗ്യകരമായ ജീവിതത്തിന് അത്യാവശ്യമായ ഒന്നായി കാണാൻ നമ്മൾ പഠിക്കണം. ഹൈബർനേഷൻ, ടോർപോൾ, എസ്റ്റിവേഷൻ. ചില ജീവികൾക്ക് ദിവസങ്ങളോ മാസങ്ങളോ നീണ്ട ഉറക്കം സാധ്യമാണ്. ഇത് സാധാരണ ഉറക്കത്തിൽ നിന്ന് വ്യത്യസ്തമായ അതിജീവന തന്ത്രമാണ്. ഹൈബർനേഷൻ, ശീതസമാധി. തണുപ്പുകാലത്ത് ആഹാരം കിട്ടാതെ വരുമ്പോൾ കരടികളെ പോലുള്ള ചില ജീവികൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അഗാധമായ ഉറക്കത്തിലേക്ക് പോകും. ഈ സമയത്ത് ഇവയുടെ ഹൃദയമിടിപ്പും ശരീര താപനിലയും ഗണ്യമായി കുറയുന്നു. ഇത് ഊർജം വലിയ തോതിൽ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ടോപ്പർ, ഹൈബർനേഷനേക്കാൾ കുറഞ്ഞ സമയത്തേക്കുള്ള ഒരുതരം താൽക്കാലിക മന്ദതയാണിത്. ഹമ്മിങ് ബേഡുകളും ചില വവ്വാലുകളും ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഈ അവസ്ഥയിലേക്ക് മാറും. ഇതിൽ നിന്ന് എളുപ്പത്തിൽ സാധാരണ നിലയിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. എസ്റ്റിവേഷൻ, കടുത്ത ചൂടിൽ നിന്നും വരൾച്ചയിൽ നിന്നും രക്ഷപ്പെടാൻ ചില തവളകളും ഒച്ചുകളും എടുക്കുന്ന വേനൽക്കാല ഉറക്കമാണിത്. ഇവ മണ്ണിൽ കുഴികൾ ഉണ്ടാക്കി ഒളിച്ചിരുന്ന് ജലാംശം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു. ഈ ഉറക്കരീതികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. ദീർഘദൂര ബഹിരാകാശ യാത്രകളിൽ മനുഷ്യരെ ഈ ഇൻഡ്യൂസ്ഡ് ടോപ്പർ അവസ്ഥയിലേക്ക് മാറ്റാൻ സാധിക്കുമോ എന്ന് അവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. പ്രകൃതിയിലെ ഈ അത്ഭുതങ്ങൾ മനുഷ്യന്റെ ഭാവിക്കും വലിയ സാധ്യതകളാണ് തരുന്നത്. പ്രകൃതിയിലെ ഉറക്കത്തിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് കരുതുന്നു. ലോകത്തെ ഏറ്റവും കുറച്ച് ഉറങ്ങുന്ന ജീവി ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അതിൻ്റെ ഉത്തരം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കൂ. നിങ്ങളുടെ അഭിപ്രായവും ചോദ്യങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒരു ചെറിയ ഉറുമ്പ് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഉറക്കം എന്നത് ജീവൻ നിലനിർത്താൻ അഭിവാജ്യമായ ഒരു ഘടകമാണ്. 250 തവണ ഉറങ്ങുന്ന ഉറുമ്പും 22 മണിക്കൂർ ഉറങ്ങുന്ന കോലയും മാസങ്ങളോളം ഹൈബർനേറ്റ് ചെയ്യുന്ന കരടിയും ഇവയെല്ലാം ഒരേ ലക്ഷ്യത്തിനാണ് ഉറങ്ങുന്നത്: ഊർജം സംരക്ഷിക്കുക, കോശങ്ങളെ പുനർജീവിപ്പിക്കുക, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുക. പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: വിശ്രമം കുറഞ്ഞാൽ വേഗത കൂടില്ല. അതുകൊണ്ട് അടുത്ത തവണ ഒരു ചെറിയ മയക്കം ആവശ്യമാണെന്ന് തോന്നിയാൽ മടിക്കാതെ വിശ്രമിക്കൂ. നിങ്ങളുടെ ശരീരം ഒരു കോലയല്ലായിരിക്കാം, പക്ഷേ അതിനും ആവശ്യമായ വിശ്രമം തീർച്ചയായും വേണം. ഇതുപോലെ കൗതുകങ്ങളും അറിവുകളും തേടിയുള്ള യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. ഓർക്കുക, നല്ല ഉറക്കം നല്ലൊരു നാളേക്കുള്ള മുതൽക്കൂട്ടാണ്. താങ്ക് യു.